ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ തിരിച്ച് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റൂം സെറ്റിംഗ് ഒക്കെ നമ്മൾ വ്ളോഗ് എടുത്തായിരുന്നു. പിന്നെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് യെസ്, ജൂനിയേഴ്സ് വന്ന സമയത്തും അവർ റിവ്യൂ ഒക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പം. പക്ഷെ നമ്മൾ ഓരോരോ തിരക്കിനിടയ്ക്ക് വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് യെസ്, നമ്മൾ തിരിച്ചു തുടങ്ങുകയാണ്. ആൻഡ് ഇപ്രാവശ്യം നമ്മളത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അടുപ്പിച്ചിടാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. സോ നമ്മൾ അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇപ്പം നമുക്ക് എന്താ കറന്റ് നടക്കുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയാണ്. ആ പഠിക്കുന്നതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഈ വ്ളോഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റത്തില്ല. സോ വൈ നോട്ട് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു. ഫാൻ ഓഫ് ചെയ്തിട്ടൊക്കെയാണ് കേസ് ഞാൻ വേർക്കുന്നുണ്ട്. ഇപ്പം എന്ത് ചൂടല്ലേ. അപ്പം എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാറ്, ഇപ്പൊ ഇന്നൊരു എക്സാം ഓൾറെഡി കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിങ്ങനെ നമ്മളൊന്ന് മൊത്തത്തിൽ റിലാക്സ്ഡ് ആയി പോകാനും പാടില്ല. അറ്റ് ദ സെയിം ടൈം കുറച്ച് റിലാക്സേഷൻ വേണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു റിവാർഡിങ് മെക്കാനിസം വേണ്ടേ. ആദ്യം ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പഠിക്കാൻ ശ്രമിക്കാറ്. ഏതെങ്കിലും ഒരു വീഡിയോ തീരുമാനിച്ച് കാണും. സോ ഇൻസ്റ്റാഗ്രാം അല്ല, യൂട്യൂബിൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. സോ ഇപ്പം കുറച്ച് പറയുവാണെങ്കിൽ കാർത്തിക് സൂര്യ, അതുപോലെ തന്നെ ഷസാം, അതുപോലെ കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. സോ അപ്പൊ അവരുടെ കുറച്ചൊരു പോസിറ്റീവ് എനർജി, എന്തെങ്കിലും കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഒന്ന് കഴിക്കും, അങ്ങനെ ചെയ്യും. സോ അതാണ് എൻ്റെ ഫസ്റ്റ് റീസെറ്റിംഗ് മെക്കാനിസം. സോ വേറെ ഗൈസ് ഞാൻ ചെയ്യുന്നത്, ഇതിപ്പോൾ ഒരു ബുക്കാണ്, അതുപോലെ കുറച്ച് ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ബുക്ക് വായിക്കും. ആൻഡ് ബുക്ക് വായിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെയല്ല. ബിക്കോസ് അപ്പോൾ പഠിക്കുന്നതും ഇതും തമ്മിലൊരു വ്യത്യാസം തോന്നത്തില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഒരു മേജർ തിങ് പറയാൻ മറന്നുപോയി. ഞാൻ ഇതിനെക്കാട്ടിലെല്ലാം മുമ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്, റൂം ഒന്ന് ക്ലീൻ ആക്കും, പെർഫെക്റ്റ് ആക്കും. അതായത് എനിക്ക് എങ്ങനെയാണോ അത് കിടക്കേണ്ടത് അതുപോലെ. നിങ്ങൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ടേബിൾ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പുതപ്പ് ഞാൻ കുറച്ചു നേരം മുമ്പ് നൂത്തിട്ടായിരുന്നു, അതവിടെ കിടപ്പുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഒന്ന് തൂക്കാനുണ്ട്. സോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് റൂം ഒന്ന് ക്ലീൻ ആക്കും. കാരണം ഒന്നാമത്തെ ചെറിയ സ്പേസ് ആവുമ്പോൾ നമ്മൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. എന്തോ നമ്മളൊന്ന് റീസെറ്റ് ആയ ഫീൽ കിട്ടും. സോ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് റൂം ക്ലീൻ ചെയ്യാണ്. ഓക്കെ ഗൈസ്, സോ നമ്മൾ നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബെഡ് ഇവിടെ സെറ്റാണ്. ആൻഡ് ഇനി ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ നേരത്തെ ആ ബുക്ക് വായിക്കുന്ന പരിപാടി എന്താണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്, ചെറുതായിട്ട് നമ്മളൊരു എസ്തെറ്റിക് പിടിക്കും. ഗൈസ് ആദ്യം നമ്മൾ സ്റ്റഡി ടേബിൾ എടുക്കുന്നു, സ്റ്റഡി ലാമ്പ് എടുക്കും. ആൻഡ് ലാമ്പ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ ബെഡിന്റെയും ഭിത്തിയുടെ ഇടയ്ക്ക്, ഈ ഇതെന്താ പറയാ, വോളിന്റെ ഇടയ്ക്ക് നമ്മളൊരു ചെറിയ സ്പേസ് വെച്ചിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബുക്കും ടാബും ഒക്കെ വെക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. ആൻഡ് യെസ്, നമ്മളിങ്ങനെ ആദ്യം ഇവിടെ ഇതിന്റെ പൊസിഷൻ ചെയ്യും. ഇത് ലൈറ്റ് ഇങ്ങനെ ഓൺ ആക്കുന്ന പരിപാടിക്കാ, കണ്ടോ? ഓക്കെ, അപ്പൊ ചെറിയൊരു ഐഡിയ ഇട്ടിട്ടുണ്ടാവില്ല എന്താണ്. എന്നിട്ട് കേസ് ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ ബുക്ക് എടുക്കും. എന്നിട്ട് ഇവിടെ വരും. എന്നിട്ടൊരു പരിപാടി ഇവിടെ ഉണ്ട്, നമ്മുടെ മേജർ പരിപാടി. ഈ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്റെ വെളിച്ചമായിരിക്കും. സോ ഇതിനകത്ത് കാണുമ്പോൾ ഭയങ്കര ഓടാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ആംബിയൻസ് ഇരുന്ന് ബുക്ക് വായിക്കും. ആൻഡ് ലാമ്പ് വീണു. ഇത് വേറൊരു പ്രശ്നമാണ്, ബിഹൈൻഡ് ദ സീൻ. ഇത് സംഭവിക്കാറുണ്ട്, സത്യമാണ് സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കും. കാരണം നമ്മൾ എന്താ പഠിക്കുന്നത്, നമ്മൾ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തും. അയ്യോ, സോ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സ്നാക്ക് എന്ന് പറയുമ്പം ജങ്ക് ആയിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. കാരണം ഓഫൻ ഞാൻ രാത്രി അല്ലെങ്കിൽ രാവിലെ ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വായിക്കുന്നത്. റിലാക്സ് ചെയ്ത് ഞാൻ ചാരി ഇരുന്ന് വായിക്കാറ്. നല്ല ബുക്കുകളുണ്ട്. എന്താ പറയാ, ഇതെല്ലാം കൂടി പഠിക്കുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു ചിലപ്പം. ഞാൻ കാണിച്ചു തരാം പതുക്കെ. വ്ളോഗുകൾ ഇനി എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ. അപ്പം ഓരോ ദിവസം നമുക്ക് ഓരോ കണ്ടന്റ് പിടിക്കാം. സോ എനിക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറ്റും. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു മോഡ്യൂൾ, അപ്പോൾ ഞങ്ങൾക്ക് മോഡ്യൂൾ വൈസ് ആണ്. സോ അപ്പോൾ ഈ 2 മോഡ്യൂൾ കഴിഞ്ഞാൽ നമുക്കൊരു റീഡിംഗ് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ 2 മോഡ്യൂൾ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എൻ്റെ മനസ്സിലുണ്ടാവും. സോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒന്ന് എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനനുസരിച്ച് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് പഠിത്തത്തിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബാലൻസ് കിട്ടും.
എൻ്റെ അമ്മ എപ്പോഴും ആദ്യമൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ ടയർഡാകുമ്പോൾ പഠിക്കാൻ തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, വെള്ളം കുടിക്ക്, പിന്നെ മോള് ജനൽ വല്ലതും തുറന്നിട്ടെന്ന് പറയായിരുന്നു. അന്നൊക്കെ എനിക്കിങ്ങനെ ഞാനൊരു സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ഇതെന്തോ അമ്മ പറയുന്നത്, അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ആയിരുന്നു. ആദ്യം ഞാൻ കോളേജിൽ പഠിക്കാൻ മാറി നിന്ന് പഠിക്കാൻ തുടങ്ങിയ സമയത്തുള്ളായിരുന്നേ. അതിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് മമ്മി പറയുമ്പോൾ അത് അനുസരിക്കും, മമ്മി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഗൈസ്, നമ്മളത് സമ്മതിച്ചു കൊടുക്കണം. കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് പഠിക്കാൻ അത്ര തോന്നില്ല. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അന്ന് ഞാൻ ഉറങ്ങിയതാ, എന്തോ പെട്ടെന്ന് എനിക്ക് എയർ സർക്കുലേഷന്റെ വല്ല ആയിരിക്കുമോ എന്ന് തോന്നിയിട്ട് ഇപ്പുറത്തൊരു ജനലുണ്ട്. അപ്പൊ ആ ജനല് തുറന്നു. മോസ്കിറ്റോ മേടിച്ചിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാതെ പഠിച്ചിട്ട് കിടക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ട് ഗൈസ്. അതിനെക്കാട്ടിലും ബെറ്റർ എയർ സർക്കുലേഷൻ ഇല്ലാത്തതെന്ന് തോന്നിപ്പോ എനിക്ക് ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ സമയം നോക്കും. ഒരു 5 മണി തൊട്ട് 6 മണി വരെ വൈകുന്നേരം ഞാൻ ജനല് തുറന്നിടത്തില്ല. അല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ ഉള്ള സമയത്തൊക്കെ ജനല് തുറന്നിടും. ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റഡ് ആ ഒരു സംഭവം. അടുത്ത മേജർ പ്രശ്നമാണ് പഠിക്കാനിരിക്കുമ്പം വിശക്കാന്നുള്ളത്. ആൻഡ് ഹോസ്റ്റലിൽ നിൽക്കുമ്പം വിശക്കാന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. കാരണം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് തന്നെ. ജങ്ക് ഇങ്ങനെ കഴിച്ചാൽ ശരിയാവത്തില്ല. പിന്നെ കുറേ വയറ് നിറഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തപ്പം നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. കണ്ടോ, വീട്ടിൽ വെച്ചിട്ട് മമ്മിയൊക്കെ എടുത്തു തരുമ്പം ഓ പാരോ പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ടിരുന്ന ഇപ്പം എന്തേ വിശന്നിട്ട് ഇതൊക്കെ എടുത്ത് കഴിക്കുന്നത്. ഹോസ്റ്റലിൽ വരുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ എന്നറിയില്ല, എനിക്ക് ഈ കഴിച്ചുകൊണ്ട് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പഠിക്കുന്ന കാര്യം തന്നെ വായിക്കാം. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കുത്തിയിരിക്കണം. കാരണം അല്ലെങ്കിൽ നാളെ സമാധാനം ഉണ്ടാവില്ല. അപ്പം ഇന്ന് കുറച്ച് പഠിച്ചാൽ നമുക്ക് നാളെ ഇച്ചിരി കൂടി റിലാക്സ് ചെയ്യാം. ദേ അവിടെ കിട്ടു ഇരിക്കുന്നു. കിട്ടു ഞാൻ എൻ്റെ മങ്കിക്കുട്ടൻ ഇട്ടേക്കുന്ന പേരാണ്. ഓക്കെ, സോ യെസ്, നമ്മൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാനിത് അങ്ങനെ അത്ര ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ 1-2 ക്ലാസ്മേറ്റ്സിനെ അറിയാം. ഞാൻ ഈ ഇടയ്ക്കായിട്ട് ചെയ്യാൻ തുടങ്ങിയൊരു പരിപാടിയാണ്. പക്ഷെ കൊള്ളാം ഗൈസ്. നമ്മൾ ചില സമയത്ത് പഠിക്കാതിരിക്കുമ്പം, പ്രത്യേകിച്ച് ഗേൾസിനും ബോയ്സിനും ഉണ്ടാവുമായിരിക്കും, ഗേൾസിനുണ്ടെന്ന് എനിക്കറിയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഇപ്പോൾ പഠിത്തം മാത്രമല്ലല്ലോ, അതിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും അല്ലോ. ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുറേ ഒരു പണ്ടത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് സംടൈംസ് നമുക്ക് ഈ സ്വിച്ച് ഇട്ട പോലെ പോസ് ഓണും ഓഫും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളൊന്ന് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് കുറച്ചേരം ചിന്തിച്ച് കളയാന്നുള്ളതാണ്. അങ്ങനെയല്ല, ഐ മീൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിച്ചത്. സോ അപ്പം ഞാൻ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ജസ്റ്റ് പൈസ കുറഞ്ഞത് എനിക്ക് കിട്ടി. പൈസ അതിൽ എത്ര ഉണ്ടായിരുന്നു, 20 രൂപയ്ക്ക് എന്തോ എനിക്ക് ഈ സംഭവം കിട്ടി. അതിനും കൂടി പൈസ ഉണ്ടെന്ന് തോന്നുന്നു. 25 രൂപയാണ് MRP. ഓക്കെ, അപ്പം ഈ ഒരു ബുക്ക് കിട്ടി. ഈ 2 ബുക്കുണ്ട് ഇതിൻ്റെ. കളർ അടിക്കും. കോൺസെൻട്രേഷൻ ഫുള്ളി ഇവിടെ ഇല്ല, കുറച്ചെണ്ണം റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ കളർ ചെയ്യും. ഒരു രസമാണ് കേസ്. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഫൺ ആവണ്ടേ. ആൻഡ് വൈ ഷുഡ് ചിൽഡ്രൻ ഹാവ് ഓൾ ദ ഫൺ. നമ്മളെപ്പോഴും കുട്ടികൾ തന്നെ കേട്ടോ. നമ്മളങ്ങനെ സമ്മതിച്ചു കൊടുക്കില്ല നമ്മൾ വലുതായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലുതാവുന്നതനുസരിച്ച് എന്താ അത്ര വലിയതാവണമെന്നും ഇല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, പപ്പനെയും മമ്മീനെയൊക്കെ ഹെൽപ്പ് ചെയ്യണം, സ്വന്തം കാര്യം നോക്കണം, ആ ഒരു ഫീലിംഗും ഉണ്ട്. ഒരു മിക്സ്ഡ് ഫീലിങ്സിൻ്റെ സമയമാണ് കേസ്. ഈ 20s എന്ന് പറയുമ്പം പൊതുവെ ഹാർഡാണ്. വി വിൽ സ്ട്രൈവ് ത്രൂ ദിസ്. പിന്നെ എനിക്ക് ബ്രേക്കിനും അതുപോലെ തന്നെ പഠിക്കുന്നതിന് മുമ്പും ഞാൻ എപ്പോഴും ചെയ്യാറുള്ള, ഇപ്പം ഏകദേശം ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. സോ വേർഡ് സെർച്ച്, ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഫോക്കസ് കൊണ്ടുവരികയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മളെ കൂടുതൽ പ്രഷർ ചെയ്യുന്നുമില്ല. അപ്പം ഞാൻ ചിലപ്പം ഒരു ടൈമർ 10 മിനിറ്റ്സ് ഇടും. 10 മിനിറ്റ്സ് ഇട്ടിട്ട്
10 മിനിറ്റ്സ് കുറച്ച് നേരം സോൾവ് ചെയ്യും. എത്ര വേർഡ്സ് ആവുന്നോ അത്രയും സോൾവ് ചെയ്യും. ചിലപ്പോൾ നേരെ തിരിച്ച് മൊത്തം ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വേർഡ്സ് ചെയ്യണമെന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോ ദിവസവും നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു മൂഡും നമ്മുടെ ഒരു സമയം നമുക്ക് എത്ര റെസ്റ്റിന് എടുക്കാൻ വേണ്ടി ഉണ്ടെന്നൊക്കെ അനുസരിച്ച് അങ്ങനെയും പ്ലാൻ ചെയ്യാറുണ്ട്. സോ എവ്രി വൺ ഡിസേർവ്സ് എ ബ്രേക്ക്. ആൻഡ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാറ്, എൻ്റെ ചെറിയൊരു കുട്ടി ബ്ലോഗ് ആയിരുന്നു ഗൈസ് നിങ്ങൾ കണ്ടത്. സോ ഇനി നമ്മൾ ഡെയിലി പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ലെറ്റ്സ് ജസ്റ്റ് ബിൽഡ് സംതിങ് ടുഗെദർ. സോ സ്മൈൽ മോർ ആൻഡ് ബി യു.